അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്തുൽ അൻഫാലിലെ 42-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. ഇത് അന്തും നിങ്ങളായിരുന്ന സന്ദർഭം, ബിൽ ഉദുവത്തി ദുനിയ അടുത്ത ഭാഗത്ത്, വഹും അവർ ബിൽ ഉദുവത്തിൽ ഖുസ്വ അകന്ന ഭാഗത്തും, വർ യാത്രാസംഘം, അസ്ഫല മിൻകും നിങ്ങൾക്ക് താഴെ കൂടിയാണുള്ളത്, അല്ലെങ്കിൽ താഴെയാണുള്ളത്, താഴെ തീരഭാഗത്താണുള്ളത്. വലൗ തവാഅത്തും നിങ്ങൾ പരസ്പരം കരാർ ചെയ്തിരുന്നുവെങ്കിൽ, തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ലഖ്തലഫ്തും ഫിൽ മിആദി ആ നിശ്ചിത സമയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചതു തന്നെ. വലാക്കിൻ എന്നാൽ ലിയഖ്ളി അല്ലാഹു നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അവൻ ആസൂത്രണം ചെയ്തത്. അമ്രൻ ഒരു കാര്യം, കാന മഫ്ഊല അത് സംഭവിക്കാനുള്ളതാണ്. ലിയഹ്ലിക മൻ ഹലക നശിച്ചവൻ നശിക്കുന്നതിനും, അൻ ബയ്യിനത്തിൻ ന്യായത്തോടുകൂടി, വയഹ്യ ജീവിക്കുവാൻ, മൻ ഹയ്യ ജീവിക്കുന്നവൻ, അൻ ബയ്യിനത്തിൻ ന്യായത്തോടെ അല്ലെങ്കിൽ തെളിവോടെ. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലസമീഉൻ അലീം സർവ്വതും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇത് അന്തും ബിൽ ഉദുവത്തി ദുനിയ, ഇത് അന്തും, ഇത് ആ സന്ദർഭം, ആ സാഹചര്യം ഓർമ്മയിലുണ്ടാകണം. അന്തും നിങ്ങൾ, ബിൽ ഉദുവത്തി ദുനിയ, ഉദുവ എന്ന് പറഞ്ഞാൽ ഭാഗം എന്നാണ്. അദ്ദുന്യ എന്ന് പറഞ്ഞാൽ അടുത്ത ഭാഗം. ഏതടുത്ത, എവിടെ അടുത്ത? മദീനയോടടുത്ത ഭാഗം. അതാണ് ഇത് അൻതും ബിൽ ഉദുവത്തി ദുന്യ, നിങ്ങൾ മദീനയോടടുത്ത ഭാഗത്തായിരുന്നു. ബദർ യുദ്ധത്തിൽ യോദ്ധാക്കൾ നിന്ന സ്ഥലമാണ് സൂചിപ്പിക്കുന്നത്. വഹും അവർ ബിൽ ഉദുവത്തിൽ ഖുസ്വ അകന്നത്, ദുന്യ എന്നുള്ളതിൻ്റെ വിപരീതം. അവർ അകന്ന ഭാഗത്തുമായിരുന്നു. വർ-റക്ബു യാത്രാസംഘം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം പോയി മടങ്ങുന്ന സംഘം, അസ്ഫല മിൻകും നിങ്ങളുടെ താഴെയാണുള്ളത്, അഥവാ അവർ തീരദേശത്താണുള്ളത്, നിങ്ങൾ ഉയർന്ന പ്രദേശത്തുമാണ്. വലൗ തവാഅത്തും, തവാഅദന പരസ്പരം ആലോചിച്ച് തീരുമാനിക്കുക, എന്നിട്ട് കരാർ ചെയ്യുക എന്നൊക്കെയാണ്. വലൗ തവാഅത്തും നിങ്ങൾ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ലഖ്തലഫ്തും ഫിൽ മിആദി ഈ നിശ്ചിത സമയം അഥവാ ബദർ യുദ്ധം നടക്കുക ആ സമയത്തെ സംബന്ധിച്ച്, ആ നടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച്, ആ നടക്കുന്ന സംഭവത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ഭിന്നിപ്പിലാകുമായിരുന്നു. നിങ്ങൾക്ക് പുറപ്പെടാൻ താല്പര്യമില്ലാതെയായി മാറും എന്നർത്ഥം. വലാക്കിൻ എന്നാൽ ലിയഖ്ളി അല്ലാഹു രണ്ടും വ്യത്യാസമുണ്ട് നമുക്കറിയാം. ലിയഖ്ളി അല്ലാഹു നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അമ്രൻ ഒരു കാര്യം, കാന മഫ്ഊല അത് സംഭവിക്കേണ്ടതാണ്.
സംഭവിക്കാനുള്ള ഒരു കാര്യം അള്ളാഹു നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊക്കെ അവൻ ആസൂത്രണം ചെയ്തത്. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിനത്തിൻ, നശിക്കുന്നവൻ തെളിവിൻ്റെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേണം നശിക്കാൻ. വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിനത്തിൻ, ജീവിക്കുന്നവൻ തെളിവിൻ്റെ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലസമീഉൻ അലീം, സർവ ശ്രോതാവാണ്, സർവജ്ഞനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞല്ലോ, അവൻ ബദർ യുദ്ധത്തിൻ്റെ അന്ന് യൗമുൽ ഫുർഖാനിൻ്റെ അന്ന് നിങ്ങൾക്ക് ഇറക്കി തന്നതും അതിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ബദർ യുദ്ധം അത് സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് അല്ലാഹു തആല അവസാനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹു സംഭവിക്കണം എന്ന് തീരുമാനിച്ച ഒരു യുദ്ധം നടക്കുന്നതിന് അല്ലാഹു നടത്തിയ ആസൂത്രണങ്ങളാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബദർ യുദ്ധം മുസ്ലിമീങ്ങൾ കൂടിയാലോചിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതല്ല. സാധാരണ അന്നത്തെ കാലത്തൊരു യുദ്ധം ദിവസവും സമയവും സ്ഥലവും ഒക്കെ രണ്ട് സംഘങ്ങളും തമ്മിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കും. യുദ്ധം പോലും അങ്ങനെയാണ്. എവിടെ വെച്ചാണ് നമ്മൾ യുദ്ധം ചെയ്യുക, എന്നാണ് യുദ്ധം ചെയ്യുക, അതിനനുസരിച്ച് അവരൊരുങ്ങി പുറപ്പെട്ട സ്ഥലത്തെത്തും. ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. അത് നടപ്പാക്കുന്നത് വിശ്വാസികളിലൂടെ. അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ മനസ്സിൽ പുറപ്പെടുമ്പോൾ എന്താ ഉള്ളത്? രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് നൽകും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ മുഴുവനും മനസ്സിലാക്കിയിട്ടുള്ളത് അത് കച്ചവട സംഘമായിരിക്കുന്ന. കച്ചവട സംഘവുമായി ഏറ്റുമുട്ടാൻ അവർ 50ഓളം ആളുകൾ കഷ്ടിയുള്ളൂ. പിന്നെ യുദ്ധത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ സാധാരണഗതിയിൽ അവരെടുക്കൽ ഉണ്ടാവില്ല. ഒരു അറബികൾ യാത്രക്കൊക്കെ പോകുമ്പോൾ കൊണ്ടു നടക്കുന്ന ആയുധം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റുമുട്ടിയാൽ അത് പെട്ടെന്ന് ഞങ്ങൾക്ക് വിജയിക്കാം, ഒരുപാട് സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്ന അവരുടെ ഉള്ളിലൊക്കെ ആഗ്രഹം. അതാണ് അവർ വിചാരിച്ചത്. പക്ഷേ പുറപ്പെട്ട് വഴിയിലെത്തുമ്പോൾ യാത്രാസംഘം മക്കയിലേക്ക് രക്ഷപ്പെട്ടു എന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിക്കുകയും നമ്മൾ ഇനി പോകുന്നത് ബദറിലേക്കാണ്. അതെങ്ങനെ ബദറിലെത്തുന്നത്? ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആസൂത്രണമാണ്. നേരത്തെ തന്നെ നമ്മൾ ബദറിൽ മക്കക്കാരുമായി ഏറ്റുമുട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം വർത്താനം പറയും, പരസ്പരം കൂടിയാലോചിക്കും. നല്ലൊരു വിഭാഗം യുദ്ധത്തിന് പോകുന്നതിൽ വിമുഖത കാണിക്കും. അതിന് കാരണം എന്താണ്? മരണഭയം അല്ല. അതിന് കാരണം എന്താ? അവർക്ക് ആയുധം കുറവാണ്, അവർക്ക് സമ്പത്ത് കുറവാണ്. ഇപ്പോൾ കുറച്ചൊരു സമാധാനമായിട്ട് ഇപ്പോഴേ മദീനത്ത് എത്തിയിട്ടേ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് പിന്നെ ഏറ്റുമുട്ടൽ. അപ്പോൾ അല്ലാഹു തആല അവൻ തീരുമാനിച്ചൊരു കാര്യം നടപ്പാക്കാൻ ആസൂത്രണം ചെയ്ത് അവർ ബദർ യുദ്ധം നടന്ന ഭൂമി പലരും കണ്ടിരിക്കും. അത് ഇത്തിരി ചെരിവുള്ളൊരു പ്രദേശമാണ് അല്ലേ? മുകൾ ഭാഗം മദീനയോടടുത്ത്, മറ്റേ ഭാഗം മദീനയിൽ നിന്ന് കുറച്ച് വിട്ടും. അധിക സ്ഥലമൊന്നുമില്ല. മുകളിൽ വിശ്വാസികൾ കുറച്ചുകൂടി അപ്പുറത്തെ നിൽക്കാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നമുക്ക് കുറച്ചുകൂടി മുന്നേക്ക് പോയാലോ അല്ലാതെ റസൂൽ ഈ പ്രദേശത്ത് നിൽക്കണം എന്നല്ല പറഞ്ഞിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അല്ല അങ്ങയുടെ ഇക്ക് അനുസരിച്ച് തീരുമാനിച്ചാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നേക്ക് പോയി അവിടെ നല്ലത്. അങ്ങനെയാണ് ബദറിൻ്റെ മുകൾ ഭാഗത്ത് അവർ. എന്നാൽ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലാഹു തആല എന്താ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് കിട്ടിയ ഗുണം? മഴ പെയ്തു രാത്രിയിൽ, തലേന്ന് രാത്രി. അപ്പോൾ വെള്ളമൊക്കെ താഴത്തേക്ക് ഒലിച്ചു പോയി. മുകളിൽ മണ്ണൊക്കെ ഉറച്ചു, താഴെ ഭാഗത്ത് വെള്ളം കെട്ടിയിട്ട് ചളിപുളിയായി. അവർക്ക് പ്രയാസമായി. പല സാധനങ്ങളും വസ്തുക്കളൊക്കെ വെള്ളത്തിൽ. മുസ്ലിമീങ്ങൾക്കാണ് അങ്ങനെ ഇതാണ് അള്ളാഹിൻ്റെ ആസൂത്രണം. ഇങ്ങനെ ഇത് അൻതുബിൽ ഒഴുതുവത്തി ദുന്യ, നിങ്ങൾ അടുത്ത പ്രദേശത്ത്, അടുത്ത സ്ഥലത്ത്, ഏതിനോട്? മദീനയോട് അടുത്ത സ്ഥാനത്ത് നിൽക്കണം എന്നതൊക്കെ അള്ളാഹ് തീരുമാനിച്ചതാണ്. വഹും അവർ ബിൽ ഉദുവത്തിൽ ഖുസ്വ, മദീനയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത്തിരി വിട്ട്, ആ ഉദ്ദേശിക്കുന്നത് അല്പം കുണ്ടായ ഭാഗത്ത, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ കുണ്ടിലാണ് വരിക്കുന്നത്.
മുകളിൽ നിന്ന് താഴേക്ക് ഇത്തിരി ഒരു ഇറക്കമുണ്ടെങ്കിൽ നടപ്പിനും ഒക്കെ ഒരു വേഗത കൂടും, മറ്റവർക്കൊരു. ഇതൊക്കെ യുദ്ധത്തിൻ്റെ ഘടകങ്ങളാണ്, വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇത് അന്തും നിങ്ങൾ ഇതൊക്കെ അള്ളാൻ്റെ ആസൂത്രണം എന്നാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളായിരുന്നില്ലേ ബിൽ ഉഴുതുവത്തിൽ ദുനിയ അടുത്ത സ്ഥലത്തും വഹുംബിൽ ഉഴുതുവത്തിൽ കുസ്വ അവർ അകന്ന സ്ഥലത്തും വർ റക്കുബു യാത്രാസംഘം അസ്ഫലമിക്കും നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും അടുക്കലല്ല, അവർ കുറച്ച് ദൂരെ കൂടി താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്തു കൂടി അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടത് പറയാം. നിങ്ങൾ അവരെ തേടിയാണ് യഥാർത്ഥത്തിൽ പുറപ്പെട്ടത്. യുദ്ധം നടക്കുമെന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് അറിയുക. അപ്പോൾ ആരാണ് ഈ യാത്രാസംഘത്തെ രക്ഷപ്പെടുത്തിയത്? അള്ളാഹനെ രക്ഷപ്പെടുത്തി. എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? അഥവാ നിങ്ങൾ യാത്രാസംഘവുമായി ഏറ്റുമുട്ടിയിരുന്നുവെങ്കിൽ അറബികൾ ഒന്നടങ്കമായിരിക്കും നിങ്ങളോട് ഏറ്റുമുട്ടാൻ വരിക. ഇപ്പോൾ പുറപ്പെടുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പടലപ്പിണക്കങ്ങളുണ്ട്. എന്താ, നമ്മളെ യാത്രാസംഘം രക്ഷപ്പെട്ട് പോന്നിരിക്കണം, ഇനി വെറുതെ ഒരു ഏറ്റുമുട്ടലിന് നമ്മൾ പോകേണ്ട കാര്യമുണ്ട്. ഒരു തമ്മിൽ ചില വഴിയിൽ നിന്ന് ചേർന്ന് ചില സംഘങ്ങൾ പിന്തിരിഞ്ഞു പോയിട്ട് പോലും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന്. അപ്പം അവരുടെ ഇടയിൽ തന്നെ വേണം, വല്ല കാര്യമുണ്ടോ? നമ്മൾ എന്തിനാ പോയി പോകണത്? യാത്രാസംഘത്തെ രക്ഷപ്പെടുന്നത്. ഒരു പോയില്ലേ, നീ യുദ്ധം ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു മനമില്ലാ മനസ്സോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ. അതാണ് വസ്ഫല മിൻകും. യാത്രാസംഘം നിങ്ങളുടെ താഴെയായിരുന്നു പറഞ്ഞാൽ അവർ താഴെ കൂടി രക്ഷപ്പെട്ട ആ സംഭവം സൂചിപ്പിക്കുക. അപ്പം ഇതൊക്കെ ആര് നടത്തി? അള്ളാഹ് തീരുമാനിച്ചു, അള്ളാഹ് നടപ്പാക്കുന്നു. വലൗ തവാഅത്തും തവാഅദ നിങ്ങൾ പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനിച്ചിരുന്നുവെങ്കിൽ. നമ്മൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർ എന്താ പറയുക? യാത്രാസംഘവും പോയി, ഇനി നമ്മൾ ഖുറൈശികളുമായി ഏറ്റുമുട്ടേണ്ട ഒരു കാര്യമില്ല. ഇവിടെ അങ്ങനെ തന്നെ നടക്കുക. ഖുറൈശികളുടെ ഇടയിലുണ്ടായ ഭിന്നിപ്പ് ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടായിട്ടില്ല. എന്താ ഉണ്ടാകാതിരുന്നത്? ഈ വിവരങ്ങൾക്ക് അപ്പം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് വളരെ തുച്ഛം, ഒരായുധം പോലും അവർക്ക് കൂടുതൽ സംഭരിക്കാറൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ഏറ്റുമുട്ടേണ്ട കാര്യമില്ല, അത് നമുക്ക് നാശമായിരിക്കും എന്ന് അവർ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ആലോചിച്ച് കാര്യങ്ങൾ നടക്കാതെ വരും. അതൊക്കെയാണ് വലോ തവാഅത്തും ലൗ എന്ന് പറയുന്ന നടക്കാത്തൊരു കാര്യം ആഗ്രഹമായി പ്രകടിപ്പിക്കുമ്പോഴാണ്. ലൗ തവാഅത്തും നിങ്ങൾ പരസ്പരം കൂടി ആലോചിച്ച് തീരുമാനിച്ചാൽ ലഖ്തലഫ്തും ഇഖ്തിലാഫ് നമുക്കറിയാലോ, നിങ്ങൾ ഭിന്നിച്ചത് തന്നെ. ഫിൽ മീആദ് എന്താ? യുദ്ധം നടക്കുന്ന ആ സ്ഥലവും സന്ദർഭമാണ്. നിശ്ചിത സമയമെന്നും നിശ്ചിത സ്ഥലം എന്നും അതിനർത്ഥമുണ്ട്. ഇങ്ങനെ ബദർ എന്ന പ്രദേശത്ത് ഒത്തുകൂടണമെന്നും നിശ്ചിത സമയത്ത് യുദ്ധം നടക്കണമെന്നും ഒക്കെ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാൻ അവസരം തന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ ഭിന്നിക്കും. ആയതുകൊണ്ട് അതിനു പോലും അല്ലാഹു തആല അവസരം തരാത്ത വിധത്തിലാണ് നിങ്ങളെ ബദറിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഒരു യുദ്ധം നടന്നത് എന്തിനാണ്? വലാക്കിൻ എന്നാൽ ലിയഖ്ലി അല്ലാഹു നടപ്പാക്കാൻ അമ്രൻ ഒരു കാര്യം. ഇവിടെ ദീനുൽ ഇസ്ലാമും കുഫറുമാണ് അടിസ്ഥാനപരമായി ഏറ്റുമുട്ടുന്നത്. അള്ളാഹുവും പിശാചുമാണ് ഏറ്റുമുട്ടുന്നത്. അള്ളാഹുവിൻ്റെ ആദർശവും പിശാചിൻ്റെ ആദർശവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതാണ് ലിയഖ്ലി അല്ലാഹു അമ്രൻ, അള്ളാഹു ഒരു കാര്യം തീരുമാനിക്കാനാണ്. കാരണം മഫ്ഊൽ, അത് സംഭവിക്കേണ്ടതാണ്. പ്രഥമ പോരാട്ടത്തിൽ ഇസ്ലാം ജയിക്കണം. അത് ജയിക്കുന്നത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, വിശ്വാസികൾക്ക് അനിവാര്യവുമാണ്. അതാണ് ലിയഖ്ലി അല്ലാഹു അമ്രൻ കാന മഫ്ഊല ലിയഹ്ലിക മൻ ഹലക, നശിക്കുന്നവൻ നശിക്കണം അൻ ബയ്യിനത്തിൻ, ന്യായത്തോടെ. അബൂസുഫിയാന്റെ നേതൃത്വത്തിൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ എന്താണ് അവർ പറയുന്നത്? സത്യത്തിന്റെ സംഘത്തെ വിജയിപ്പിക്കണം. ആര്? ഖുറൈശികൾ പറയാണ് ഇതാ സത്യത്തിന്റെ സംഘം ജയിക്കാൻ. ആരാ? അവരുടെ വീക്ഷണത്തിൽ അസത്യത്തിന്റെ സംഘം പരാജയപ്പെടും. അതാരാ? അവരുടെ കണക്കൂട്ടലിൽ മുഹമ്മദ് നബിയും കൂട്ടരും. അവർ തോൽക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുക. പക്ഷേ അള്ളാഹു സത്യത്തിൻ്റെ സംഘത്തെ ജയിപ്പിച്ചു, അസത്യത്തിൻ്റെ സംഘത്തെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇവിടെ ലിയഹ്ലികമൻ ഹലക്കാൻ ബൈ, തെളിവോടുകൂടി. അവരെന്താ തെളിവെന്താ? അവരുടെ പ്രഖ്യാപനം തന്നെ അസത്യം തോൽക്കണം, സത്യം ജയിക്കണം. ഇവിടെ ആദർശമാണ് ലിയഹ്ലികമൻ ഹലക്കാൻ ബയ്യന. നശിക്കേണ്ടവൻ തെളിവോടുകൂടി തന്നെ നശിക്കണം, ഹലാക്കിലാകണം. എന്താണ് തെളിവ്? അവരുടെ പ്രഖ്യാപനം, അവരുടെ ബോധ്യം. എന്താണ് നാശം? അവരുടെ ആദർശത്തിൻ്റെ പരാജയം.
അതാണ് ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യാ മൻ ഹയ്യ. ജീവിക്കുന്നവൻ ജീവിക്കണം അൻ ബയ്യിന, ന്യായത്തോടു കൂടി. സത്യത്തിൻ്റെ സംഘം ജീവിക്കണം എന്ന് അവരും പറഞ്ഞത് തന്നെ. ആര്? ഖുറൈശികളും അങ്ങനെ തന്നെ പറഞ്ഞത്. സത്യവും അസത്യവും ഏറ്റുമുട്ടാൻ പോവാണ്. ഇവിടെ സത്യത്തിൻ്റെ സംഘം ജയിക്കും, അസത്യത്തിൻ്റെ സംഘം പരാജയപ്പെടും. അവരും പ്രാർത്ഥിക്കുവാൻ അള്ളാൻ നിർണായക ഘട്ടങ്ങളിലൊക്കെ അവർ അള്ളഹാനോട് തന്നെ ദുആ ചെയ്തിരിക്കുന്നത്. അള്ളഹാനോട് തന്നെ. അപ്പോൾ അവരുടെ ദൈവങ്ങളോടല്ല, അവരുടെ പ്രതിമകളോടല്ല. അബ്ദുൽ മുത്തലിബ് കഅബ ആക്രമിക്കാൻ അബ്രഹത്ത് വന്നപ്പോൾ ആരോടാ പ്രാർത്ഥിച്ചത്? അള്ളഹാനോട് മാത്രം തന്നെ ദുആ ചെയ്തത്. അപ്പം അങ്ങനെ വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന വ ഇന്നല്ലാഹ ലസമീഉൻ അലീം. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ വേഗത്തിൽ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് അൻതും ബിൽ ഉദുവത്തി ദുന്യ, നിങ്ങൾ അടുത്ത പ്രദേശത്ത് അടുത്ത ഭാഗത്തായിരുന്നു. ഹും അവർ ബിൽ ഉദുവത്തിൽ ഖുസ്വ, അകന്ന ഭാഗത്തുമായിരുന്നു. വർ റക്ബു അസ്ഫല മിൻകും, യാത്രാസംഘം നിങ്ങളുടെ താഴ്ഭാഗത്തും. വലോ തവാഅത്തും, നിങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചിരുന്നു എങ്കിൽ ലഖ്തലഫ്തും ഫിൽ മിആദി, ഈ നിശ്ചിത സമയത്തിലും സ്ഥലത്തിലും നിങ്ങൾ ഭിന്നിക്കുമായിരുന്നു. വലാകിൻ യഖ്ലി അല്ലാഹു അംറൻ, എന്നാൽ അള്ളാഹു ഒരു കാര്യം നടപ്പിലാക്കുന്നതിനാണ് ഇത്തരത്തിലൊക്കെ കാര്യങ്ങളെ അവൻ നീക്കിയത്. കാന മഫ്ഊൽ, അത് സംഭവിക്കേണ്ടതാണ്. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിനത്തിൻ, നശിക്കുന്നവൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നശിക്കുവാനും. വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിനത്തിൻ, ജീവിക്കുന്നവൻ തെളിവിൻ്റെ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും, അഥവാ സത്യം ജയിക്കുവാനും അസത്യം പരാജയപ്പെടുവാനുമാണ് ഇത്തരത്തിലൊക്കെ അള്ളാഹു തആല ആസൂത്രണം ചെയ്തത്. വ ഇന്നല്ലാഹ ലസമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അത്രേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. വൻബുദ്ധിയും ആരോഗ്യവും നൽകി നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എല്ലാവിധ സംഘർഷങ്ങളിലും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും അല്ലാഹു തആല ഈ സംഘത്തെ, ഈ മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.